ഇപ്പോഴേ നടക്കുന്ന ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധത്തിന്റെ നിങ്ങൾ അറിയാതെ പോയ കുറെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ യുദ്ധത്തിന് തൊട്ടു മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. നമ്മൾ ഈ യുദ്ധവും സംഭവ വികാസങ്ങളും കാണുമ്പോൾ നമ്മുടെ ചർച്ചകളൊക്കെ എങ്ങനെയാണ്? വളരെ സന്തോഷത്തോടെ കഴിയുന്ന ഇസ്രായേലിനും ഫലസ്തീനും പെട്ടെന്നൊരു ദിവസം ഇക്കഴിഞ്ഞ 7-ാം തീയതി ശനിയാഴ്ച രാവിലെ 6:30 ഹമാസിന്റെ പോരാളികൾ എന്ത് ചെയ്തു? ഇസ്രായേലിലേക്ക് പറന്നിറങ്ങി കുറെ ആളുകളെ വധിച്ചു കളഞ്ഞു. അതുപോലെ തന്നെ ഇസ്രായേലിന്റെ പല ഭാഗങ്ങളിലും മിസൈലുകൾ വർഷിച്ചു. അതുകൊണ്ട് എല്ലാവരും ഇസ്രായേലിന്റെ കൂടെ നിൽക്കണമെന്ന തരത്തിലുള്ള വലിയ ചർച്ചകൾ ഒരു ഭാഗത്തുണ്ട്. ഈ 7-ാം തീയതി ഹമാസ് ഇസ്രായേലിലേക്ക് പറന്നിറങ്ങി യുദ്ധം ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പും ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. ഈ ഒക്ടോബർ മാസം മാത്രം ജെറുസലേം, പ്രത്യേകിച്ച് ജെറുസലേം കേന്ദ്രീകരിച്ചും ഇസ്രായേൽ, ഗസ, വെസ്റ്റ് ബാങ്കൊക്കെ കേന്ദ്രീകരിച്ച് നടന്ന കുറച്ച് സംഭവ വികാസങ്ങളുണ്ട്. ഇതെന്താണെന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഈ യുദ്ധത്തിന്റെ ചിത്രം പൂർണ്ണമാവുകയുള്ളൂ. പ്രത്യേകിച്ച് നമ്മൾ അറിയേണ്ടത് അവിടെ യഹൂദരുടെ ആഘോഷമായ സുക്കൂത്ത് കഴിയുന്നതോടുകൂടിയാണ് ഹമാസ് അവിടെ പറന്നിറങ്ങുന്നതും ഈ യുദ്ധം ആരംഭിക്കുന്നതും. സുക്കൂത്ത് എന്ന് പറയുന്നത് യഹൂദരുടെ ഒരു ആരാധനയാണ്, ആഘോഷമാണ്. 7 ദിവസത്തോളമാണ് അതിന്റെ കാലാവധി ഉണ്ടാവുക. ഇത് ഇക്കഴിഞ്ഞ മാസം 29-നാണ് തുടങ്ങിയത്. ഈ മാസം 6-ന് അത് അവസാനിച്ചു. 7-ാം തീയതി യുദ്ധവും തുടങ്ങി. ജെറുസലേമിലെ അൽ അക്സ എന്ന മുസ്ലിങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട ആരാധനാലയം, ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങളും ഏറെ പ്രാധാന്യത്തോടെ കാണുന്ന ആരാധനാലയം, ആ ആരാധനാലയം സംരക്ഷിക്കുന്ന കുറച്ച് സ്ത്രീകളുണ്ട് അവിടെ. അന്താരാഷ്ട്ര തലത്തിലുള്ള ഉടമ്പടികളുടെയൊക്കെ ഭാഗമായിട്ട് അവിടെ ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും യഹൂദർക്കും ഒക്കെ പ്രത്യേക നിബന്ധനകളോടെ ആരാധനകൾ നടത്താനുള്ള സൗകര്യങ്ങളുണ്ട്. അവിടെ അൽ അക്സ എന്ന് പറയുന്നത് മുസ്ലിങ്ങൾ പൂർണ്ണമായും ആരാധന നടത്തുന്ന അവരുടെ ആരാധനാലയമാണ്. ആ ആരാധനാലയത്തിൽ വെച്ച് ഇസ്രായേലി പട്ടാളക്കാർ അകാരണമായി അവിടെയുള്ള സ്ത്രീകളെ ആക്രമിച്ചു. ആ ദൃശ്യങ്ങളൊന്ന് കാണാം. ഈ ഒക്ടോബർ മാസം 2-ാം തീയതി നടന്ന സംഭവമാണ്. ആ ദൃശ്യങ്ങളിൽ വളരെ കൃത്യമാണ് ഇസ്രായേലി സൈന്യം എങ്ങനെയാണ് വളരെ വൃദ്ധരായ സ്ത്രീകളെ കൈകാര്യം ചെയ്തത് എന്നുള്ളത്. ഈ ഭാഗങ്ങളിലൊക്കെ ഇസ്രായേലിന്റെ പ്രത്യേക സെക്യൂരിറ്റി ഫോഴ്സിനാണ് അധികാരങ്ങളുള്ളത്, നിയന്ത്രിക്കാനും മറ്റും. അവിടെ വളരെ ഏകപക്ഷീയമായി അവർ ഇടപഴകുന്നു എന്നിടത്താണ് ആദ്യത്തെ പ്രശ്നം തുടങ്ങുന്നത്. ഇത് ഈ യുദ്ധം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് മസ്ജിദുൽ അക്സയിൽ നടന്ന സംഭവമാണ്. മുസ്ലിങ്ങൾക്കെതിരെ മാത്രമായിരുന്നില്ല ഇസ്രായേലരുടെ പ്രധാനപ്പെട്ട അതിക്രമങ്ങൾ. ക്രിസ്ത്യാനികളും ഇസ്രായേലരുടെ വംശീയത കൃത്യമായിട്ട് അറിഞ്ഞു. ഈ ഒക്ടോബർ മാസം തന്നെ, ഈ സുക്കൂത്ത് നടക്കുന്ന സമയം, ഒരു ഭാഗത്ത് മസ്ജിദുൽ അക്സയിൽ മുസ്ലിങ്ങൾ ആരാധനയ്ക്ക് വരുന്നു, മറുഭാഗത്ത് ക്രിസ്ത്യാനികൾ അവരുടെ ചർച്ചുകളിൽ ആരാധനകൾ നടത്തുന്നു. അതിനിടയിൽ മസ്ജിദുൽ അക്സയിൽ മുസ്ലിങ്ങളും ആരാധനകൾ നടത്തുന്നു. ഇവിടെ സുക്കൂത്ത് എന്ന് പറയുന്ന ആരാധന നടക്കുന്നതിനിടെ ക്രിസ്ത്യാനികൾ അവരുടെ കുരിശും ചുമന്ന് ഒരു അരികിലൂടെ പോകുന്ന സമയത്ത് ഈ യഹൂദര് വന്നിട്ട് അവർക്കെതിരെ കാർക്കിച്ചു തുപ്പി. 1ഉം 2ഉം സംഭവങ്ങളല്ല, നിരവധി സംഭവങ്ങൾ. ആ ദൃശ്യം അതുപോലെ തന്നെ നിങ്ങൾ കാണണം. ഇത് ഒരുപാട് ദൃശ്യങ്ങളുണ്ട് ഇത്തരത്തിലുള്ളത്. ഞാൻ 1-2 ദൃശ്യങ്ങൾ മാത്രമാണ് നിങ്ങളെ കാണിക്കുന്നത്. അങ്ങനെ ക്രിസ്ത്യാനികൾക്കെതിരെയും ഈ വംശീയത അവിടെ നടക്കുന്നുണ്ട്. ഏതായാലും ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന ക്രിസ്ത്യാനികളായ നമ്മുടെ നാട്ടിലുള്ള ക്രിസംഗികളോട് പറയാനുള്ളത്, നേരത്തെ നിങ്ങൾക്ക് നേരെ തുപ്പിയ ആ തുപ്പലുണ്ടാവല്ലോ, അത് തുടച്ചിട്ട് അനങ്ങാതെ വായും പൂട്ടിയിരിക്കുന്നതായിരിക്കും ഇത്തിരി അന്തസ്സും ആത്മാഭിമാനവും നട്ടെല്ലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്. ഈ സുക്കൂത്ത് നടക്കുന്നതിനിടെ ജെറുസലേമിൽ നടന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു അതിക്രമമായിരുന്നു മസ്ജിദുൽ അക്സയിലേക്ക് ഈ സുക്കൂത്തിന് വന്ന യഹൂദര് കടന്നു കയറി. ഒരിക്കലും അതിനുള്ള പെർമിറ്റ് ഇല്ലായിരുന്നു. അന്താരാഷ്ട്ര നിയമം അനുസരിച്ച് അക്സ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്ക് അവരുടെ അവിടെയുള്ള ദേവാലയം, ജൂതർക്ക് അവർക്ക് ആരാധനാലയത്തിലുള്ള സ്ഥലമാണ്. ഇവിടെ മസ്ജിദുൽ അക്സയുടെ കോമ്പൗണ്ടിനകത്തേക്ക് സുക്കൂത്തിന് വന്ന യഹൂദർ കടക്കുകയായിരുന്നു. ഒരിക്കലും അതിന് ഇസ്രായേലി ഫോഴ്സ് നിയമപരമായി സമ്മതിക്കാൻ പാടില്ലായിരുന്നു. പക്ഷേ ഇസ്രായേലി പട്ടാളക്കാരുടെ എല്ലാ പിന്തുണയോടു കൂടിയാണ് ഈ ഒരു കടന്നുകയറ്റം അവിടെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കും, മറ്റൊരു ആരാധനാലയത്തിൽ അവരൊക്കെ വരുന്നതിന് എന്താണ് പ്രശ്നമുള്ളത്? പക്ഷെ ഇവിടെ വംശീയരായ യഹൂദർ
മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിരുന്നു അവിടേക്ക് കടന്നുപോയത്. ഈ സുക്കോത്തിന് ഇടയിൽ തന്നെ അവിടെ നടന്ന 1-2 സംഭവം കൂടി നിങ്ങൾ കാണുക. സുക്കോത്തിന് വന്നവർ മടങ്ങിപ്പോകുന്ന ട്രെയിനുകളിൽ അവർ പാടുന്ന പാട്ടാണിത്. ഞങ്ങളെല്ലാ അറബികളെയും വെറുക്കുന്നു, ഇത് ഇസ്രായേൽ സ്റ്റേറ്റ് ആണെന്നാണ് അവർ വിളിച്ചു പറയുന്നത്. നോക്കണം, ഫലസ്തീനികളുടെ മണ്ണ് കയ്യേറിയിട്ട് ഞങ്ങളെല്ലാ അറബികളെയും വെറുക്കുന്നു, ഇത് ഇസ്രായേൽ സ്റ്റേറ്റ് ആണെന്ന് അവരവിടെ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഫലസ്തീനികൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു മാർക്കറ്റിലേക്ക് കടന്നുപോയി അവിടെയും വളരെ പ്രകോപനപരമായ കളിയാക്കിക്കൊണ്ടുള്ള സംഗീതം മുഴക്കുന്നുണ്ട് ഈ സുക്കൂത്തിന് വന്ന യഹൂദര്. അതിനിടെ മറ്റൊരു യഹൂദ സ്ത്രീ ഇറങ്ങി വന്ന് വിളിച്ചു പറയുകയാണ്, ഇത് ജൂയിഷ് കൺട്രിയാണ്, ഇവിടെ മുസ്ലിങ്ങളെ വേണ്ട എന്ന് ആക്രോശിക്കുകയാണ്. ഞങ്ങളൊന്ന് ആലോചിക്കണം, ഫലസ്തീനിലെ മനുഷ്യരെ മുഴുവൻ, പ്രത്യേകിച്ച് മുസ്ലിങ്ങളും ന്യൂനപക്ഷങ്ങളായ ക്രിസ്ത്യാനികളെയും ഇവരെ മൊത്തം അവിടുന്ന് തുരത്തി പായിച്ച് അവരെ കൊന്നൊടുക്കി അവരുടെ മണ്ണ് പിടിച്ചടക്കി വന്നിട്ട് വിളിച്ചു പറയുകയാണ് ഒരു സ്ത്രീ, യഹൂദ സ്ത്രീ, ഇത് ഞങ്ങളുടെ മണ്ണാണ്, നിങ്ങൾക്ക് ഒഴിഞ്ഞു പോകണമെന്ന്. ഇതിൽ വേറെ തമാശയുള്ളത്, കുറച്ച് മുമ്പ് നടന്നൊരു വീഡിയോ ഇപ്പൊ പ്രചരിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇസ്രായേലർ ഫലസ്തീനികളുടെ ഭൂമിയും അവരുടെ വീടും കയ്യേറുന്നത് എന്നുള്ളത്. ആ വീഡിയോ നിങ്ങൾക്ക് ഇവിടെ കാണാം. വളരെ കൂളായിട്ട് ഒരു ഇസ്രായേലും വരികയാണ് ഫലസ്തീനി താമസിക്കുന്ന വീട്ടിലേക്ക്. എന്നിട്ട് പറയാണ്, Yaakov, you know this is not your house. Yes, but if I go, you don't go back. So what's the problem? Why are you yelling at me? I didn't do this. ആ വീടിങ്ങ് തന്നേക്കൂ, നിങ്ങൾ ഇറങ്ങിപ്പോണം. അപ്പോൾ ആ സ്ത്രീ പറയുന്നുണ്ട്, നിങ്ങൾ എന്റെ വീട് മോഷ്ടിക്കുകയാണ്. But It's easy to yell at me, but I didn't do this. you are stealing my അപ്പൊ ആ ഇസ്രായേലും പറയുകയാണ്, ഞാനല്ലെങ്കിൽ വേറെ ആരെങ്കിലും അത് മോഷ്ടിക്കും. house. And if I don't steal it, someone else is going to steal it. No one is allowed. ആ വീടിങ്ങതാ എന്തോ വെച്ചു മറന്ന സാധനം എടുക്കുന്നത് പോലെയാണ് ഫലസ്തീനരുടെ വീട് ഇവര് കൊള്ളയടിക്കുന്നത്. ഇത് തന്നെയാണ് ഫലസ്തീനിൽ എമ്പാടും നടന്നത്. ഫലസ്തീന്റെ മണ്ണ് കവർന്നു, അവരുടെ വീട് കവർന്നു, അവരുടെ അഭിമാനം കവർന്നു. ഈ സുക്കോത്തിനിടെ ഫലസ്തീനിലുള്ള മാധ്യമ പ്രവർത്തകര് വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവരെ ഇവര് ഹരാസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ അതിക്രമത്തിനെതിരെ കുറെ പ്രോ ഫലസ്തീൻ ആക്ടിവിസ്റ്റുകൾ അവിടെ പ്രതിഷേധം സംഘടിപ്പിക്കുന്നുണ്ട്. അവർക്കെതിരെയും ക്രൂരമായ കയ്യേറ്റങ്ങളാണ് ഇസ്രായേലി സുരക്ഷാ സേനയുടെ ഭാഗത്തു നിന്നുണ്ടായത്. നിങ്ങൾ വേറൊരു വീഡിയോ കൂടി കാണണം. ഫലസ്തീനിയായ ലോ നാസർ അൽ ദീൻ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ വീട് അയാളോട് തന്നെ തകർക്കാൻ പറഞ്ഞ് ആ വീട് വിട്ടു പോകാൻ വേണ്ടി പറയാം. അങ്ങനെ ആ മനുഷ്യന് തന്റെ സമ്പാദ്യങ്ങളൊക്കെ വാരിപ്പുറ ആ വീട് നിൽക്കുന്ന സ്ഥലം ഇസ്രായേലി സെറ്റിൽമെന്റിന് കൊടുക്കേണ്ടി വന്നിട്ട് ഇറങ്ങിപ്പോകുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഈ സംഭവം നടന്നത് ഈ ഒക്ടോബർ മാസം തന്നെയായിരുന്നു. ഈ മസ്ജിദുൽ അക്സയുമായി ബന്ധപ്പെട്ട് നടന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രകോപനം, ആ പള്ളിയുടെ മതിലിനോട് ചേർന്ന് നിന്ന് സുക്കൂത്ത് നടക്കുന്ന സമയത്ത് വളരെ പ്രകോപനപരമായ രീതിയിൽ അവർ ആഘോഷം സംഘടിപ്പിച്ചു എന്നുള്ളതാണ്. അവർക്കൊരിക്കലും ഈ അക്സയുടെ വാതിലിനടുത്ത് വരേണ്ട ആവശ്യം വരുന്നില്ലായിരുന്നു. പക്ഷേ അക്സയോട് ചേർന്ന്, അതിന്റെ മതിലിനോട് ചേർന്ന്, അവിടേക്കുള്ള പ്രവേശന കവാടത്തോട് ചേർന്ന് വന്ന് നിന്ന് അതിപ്രകോപനപരമായ രീതിയിൽ കളിയാക്കുന്ന തരത്തിലുള്ള ആഘോഷങ്ങൾ, അതും ഈ ഇസ്രായേലരായ യഹൂദര്, ഈ സുക്കൂത്തിന് വന്ന തീവ്ര വംശീയവാദികൾ അവിടെ നടത്തുകയുണ്ടായി. ഇതിനൊക്കെ കൃത്യമായ സപ്പോർട്ട് അവിടെയുള്ള ഇസ്രായേലി സുരക്ഷാ സേന അകമഴിഞ്ഞ് നൽകുന്നുണ്ടായിരുന്നു. അവരുടെ പിൻബലത്തിലാണ് ഈ വംശീയവാദികൾ ഇക്കണ്ട ഗുലുമാലുകളൊക്കെ അവിടെ ഒപ്പിച്ചുകൊണ്ടിരുന്നത്. നമുക്കറിയാം, ഗാസയിൽ നിന്നാണ് ഹമാസ് ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തുന്നത്. ഗാസ ഭരിക്കുന്ന സംഘമാണ് ഹമാസ്. ഗാസയിലാണ് അവരുടെ സ്വാധീനം. അപ്പുറത്ത് വെസ്റ്റ് ബാങ്ക് ഉണ്ട്, അതിന്റെ നടുവിൽ ഇസ്രായേൽ ഉണ്ട്. ഗാസ നമുക്കറിയാം, ഒരു 40 കിലോമീറ്റർ നീളമുണ്ടാവും, ഒരു 10 കിലോമീറ്റർ വീതി ഉണ്ടാവും. വളരെ ചുരുങ്ങിയ, ലോകത്ത് ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി ഉള്ള മനുഷ്യർ തിങ്ങി വസിക്കുന്ന ഒരു പ്രദേശമാണ്. ഈ ഗാസയിലുള്ള മനുഷ്യരും ഇസ്രായേലും തമ്മിൽ മാത്രമാണ് പ്രശ്നം എന്നാണ് നമ്മൾ കരുതുക. പക്ഷെ ഗാസയിലുള്ള മനുഷ്യരെക്കാൾ കൂടുതൽ കൊല്ലപ്പെട്ടുകൊണ്ടേയിരുന്നത് വെസ്റ്റ് ബാങ്കിലായിരുന്നു. അതിന്റെ ഒരു കണക്ക് ഞാൻ പറയാം. 2021 ഈ അവസാനമായിട്ട് ഈ ഹമാസും ഇസ്രായേലും തമ്മിൽ ഒരു യുദ്ധം ഉണ്ടാവുന്നത്. ആ യുദ്ധത്തിൽ 256 ഫലസ്തീനികളാണ് കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് വന്നത്. അതിൽ തന്നെ 66 കുട്ടികളാണ്. അതേസമയം ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് 2 അക്കം പോലും മരണസംഖ്യ കടന്നിട്ടില്ലായിരുന്നു. പക്ഷെ 2021 11 ദിവസത്തെ യുദ്ധത്തിന് ശേഷവും ഫലസ്തീനികൾ അവിടെ കൊല്ലപ്പെട്ടുകൊണ്ടേയിരുന്നു. അതൊന്നും ഇവിടെ ഒരു വാർത്തയേ ആയില്ല. അതാണ് തമാശ. നമ്മുടെ വിചാരം ആ യുദ്ധത്തിന് ശേഷം ഇവരൊക്കെ നല്ല രീതിയിൽ കഴിഞ്ഞു പോവുകയാണ്, പെട്ടെന്ന് ഹമാസ് ഒരു പ്രകോപനം ഉണ്ടാക്കിയെന്നതല്ലേ.
പക്ഷേ 2021 ആ 11 ദിവസത്തെ യുദ്ധത്തിന് ശേഷവും ഫലസ്തീനിൽ കൊല്ലപ്പെട്ട ആളുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് വെസ്റ്റ് ബാങ്കിൽ, ഗാസയിലാണ് ഹമാസ്, വെസ്റ്റ് ബാങ്കിലെ ഹമാസിന് സ്വാധീനമില്ല. അവിടെ ഫത്തഹിനെ പോലെയുള്ള PLOന്റെ സ്വാധീനമുള്ള ഒരു പ്രദേശമാണ്. വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ പൂർണ്ണമായും ഇസ്രായേലിന്റെ സ്വാധീന വലയത്തിനകത്താണ് വെസ്റ്റ് ബാങ്കിലുള്ള മനുഷ്യരുള്ളത്. പക്ഷേ വെസ്റ്റ് ബാങ്കിലെ ഒരു കണക്ക് നിങ്ങൾ നോക്കണം. ഈ വർഷം കഴിഞ്ഞ മാസം വരെയുള്ള കണക്ക് 38 കുട്ടികൾ വെസ്റ്റ് ബാങ്കിൽ മാത്രം കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇസ്രായേലി സൈന്യത്തിന്റെ കൈകൾ കൊണ്ട്. ഈ ഒക്ടോബർ മാസം സുക്കോത്തിന്റെ ഭാഗമായിട്ട് വെസ്റ്റ് ബാങ്കിൽ കൂടിയ ഇസ്രായേലി വംശീയവാദികൾ 2 ചെറുപ്പക്കാരെയാണ് വെടിവെച്ചു വന്നത്. അതിലൊരാളാണ് ജമാൽ മജ്ദോബ്, മറ്റൊരാണ് ലബീബ് ദുമേണ്ടി. ഹമാസ് ഇസ്രായേലിലേക്ക് കടക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് ഈ മാസം തന്നെ കൊല്ലപ്പെട്ട 2 ഫലസ്തീനികളാണ്. ഈ ഒക്ടോബർ മാസം തന്നെ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടായ മറ്റു ചില കാര്യങ്ങൾ കൂടി ഒന്ന് കാണാം. ഇസ്രായേലി സുരക്ഷാ സേന കുറച്ച് കുട്ടികളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതാണ്. നമുക്കറിയാം ഇസ്രായേലിനെ കുറിച്ച് അന്താരാഷ്ട്ര തലത്തിൽ അറിയപ്പെടുന്നത് തന്നെ കുഞ്ഞുങ്ങളെ കൊല്ലുന്ന രാഷ്ട്രം എന്നാണ്. ഇസ്രായേൽ കുട്ടികളെ തെരഞ്ഞു പിടിച്ചു കൊല്ലും. ഈ ഒക്ടോബർ മാസം തന്നെ വെസ്റ്റ് ബാങ്ക് കേന്ദ്രീകരിച്ച് ഇസ്രായേലികൾ പിടിച്ചുകൊണ്ടുപോയ കുറച്ച് കുട്ടികളാണ് പ്രായപൂർത്തിയെത്താത്ത ആൾക്കാർ. ഇസ്രായേൽ പിടിച്ചുകൊണ്ടുപോകുന്ന ഫലസ്തീനുകാരെ മനുഷ്യരായി പോലും അവർ പരിഗണിക്കില്ല. അവർക്ക് കേസില്ല, ട്രയലില്ല, ശിക്ഷയില്ല. അവരിങ്ങനെ കാലാകാലം കഴിയേണ്ടി വരും. ചുരുക്കം ചിലരൊക്കെ വല്ലപ്പോഴും ഒക്കെ റിലീസായി പോകാറുണ്ടെങ്കിലും ഇസ്രായേലി ജയിലുകളിൽ കഴിയുന്ന ഫലസ്തീനികളുടെ എണ്ണം വളരെ വളരെ കൂടുതലാണ്. ഇപ്പോൾ ഹമാസ് ഈ യുദ്ധത്തിൽ കുറെ ആൾക്കാരെ ബന്ദികളാക്കിയിട്ടുണ്ടല്ലോ. അതിലെ സ്ത്രീകളെയും കുട്ടികളെയും ഞങ്ങൾ വിട്ടുതരാം. ജയിലിലുള്ള ഫലസ്തീനികളെ, പ്രത്യേകിച്ച് എല്ലാ സ്ത്രീകളെയും നിങ്ങൾ വിട്ടയക്കണം എന്നൊരു പ്രധാനപ്പെട്ട ഒരു ആവശ്യം ഹമാസ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇസ്രായേൽ ഇതുവരെ അതിന് തയ്യാറായിട്ടില്ല. ഈ മാസം തന്നെ നടന്ന മറ്റൊരു സംഭവം കൂടി നിങ്ങൾ കാണുക. ഫലസ്തീനിലുള്ള ഒരു കല്യാണ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറിയ ഇസ്രായേലി സൈന്യം ആ പരിപാടി അലങ്കോലമാക്കി ആൾക്കാരെ മൊത്തം പിരിച്ചുവിടുകയാണ്. ഇനി ആ വീട് മറ്റു വല്ലവർക്കും പതിച്ചു കൊടുത്തു എന്നും അറിയില്ല. അതുപോലെ തന്നെ ഈ സമയത്ത് ഇസ്രായേലിലെ ജയിലുകളിൽ നടക്കുന്ന ഒരു സമരമുണ്ട്. ഇസ്രായേലിൽ ഒരു ജയിലിൽ നിന്ന് മറ്റൊരു ജയിലിലേക്ക്, വളരെ ക്രൂരമായി പീഡിപ്പിക്കുന്ന ഒരു ജയിലിലേക്ക് ഫലസ്തീനരെ മാറ്റുന്നതിനെതിരെ പട്ടിണി സമരം നടത്തുകയാണ് ഇസ്രായേൽ ജയിലിലുള്ള കുറച്ച് ഫലസ്തീനികൾ. ഒരു കാരണവും വേണ്ട, വെറുതെ അങ്ങ് പിടിച്ചുകൊണ്ടുപോകും ഇസ്രായേലി സൈന്യം ഫലസ്തീനരെ. ഇതേ ഒക്ടോബർ മാസം തന്നെ നടന്ന മറ്റൊരു സംഭവം കൂടി കാണുക. ഒരാള് തോക്കുമായിട്ട് ഒരു ഫലസ്തീനി മുസ്ലിമിന്റെ കടയിൽ കയറുകയാണ്. ആൾ ഇസ്രായേലിയാണ്, യഹൂദിയാണ്. അയാളെ വംശീയമായി പലതും ആക്ഷേപിച്ചിട്ട് അയാളെ ഭീഷണിപ്പെടുത്തുകയാണ്. ആത്മാഭിമാനമുള്ള ഫലസ്തീനികൾ എങ്ങനെയാണ് ചിന്തിക്കുക നിങ്ങൾ നോക്കണം. അവരുടെ മണ്ണ് പോയി, അഭിമാനം പോയി, സമ്പത്ത് പോയി, എല്ലാം, വീട് പോയി, എല്ലാം പോയി. എന്നിട്ട് ഇസ്രായേലി ഒക്യുപ്പേഷന് കീഴിൽ ജീവിക്കുമ്പോഴും അവിടെ ഒരു കച്ചവടം നടത്തിയിട്ട് അവിടെ കയറി വന്നും ആക്രമിക്കുകയാണ്, ഭീഷണിപ്പെടുത്തുകയാണ്, കൊല്ലുകയാണ്. ഒരു ഫലസ്തീനിയുടെ വീട് കുറെ ഇസ്രായേലി സെറ്റിലേഴ്സ് ഓടി വന്ന് ഫയർ ചെയ്ത് കത്തിച്ചു കളയുന്ന, ആക്രമിക്കുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത്. ഇതും ഈ ഒരാഴ്ചന്റെ ഉള്ളിൽ, അതായത് ഹമാസ് യുദ്ധം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് അവിടെ നടന്ന സംഭവമാണ്. ഒരു മതത്തിന്റെ ആഘോഷം മറ്റുള്ളവരുടെ മേൽ കുതിര കയറാനുള്ള ലൈസൻസ് ആക്കി എടുക്കുകയായിരുന്നു ഇസ്രായേലിലെ വംശീയരായ യഹൂദര്. ഈ സുക്കോത്ത് നടക്കുന്ന സമയത്ത് തന്നെ ഇസ്രായേലിൽ നടന്ന മറ്റൊരു സംഭവമാണ്. ഫലസ്തീനികളുടെ കൈവശമുള്ള മണ്ണിലേക്ക് കടന്നു കയറിയിട്ട് അവരുടെ ഒലിവ് മരങ്ങൾ മുറിച്ചു മാറ്റുകയാണ്. 100 മരങ്ങളാണ് ഇസ്രായേലി സൈന്യം ഇതുപോലെ മുറിച്ചു കളഞ്ഞത്. അവർ കൃഷിയും ചെയ്യേണ്ട എന്നാണ് ഇസ്രായേൽ സൈന്യം പറയുന്നത്. കൃഷി അവിടെ നിൽക്കട്ടെ, വെള്ളം കുടിക്കാനുള്ള ഒരു വെള്ളം കിട്ടാത്തതിന്റെ പേരിൽ ഗസയുടെയും ഫലസ്തീനെയും അവസ്ഥ വിവരിക്കുന്ന ഒരു പെൺകുട്ടിയുടെ വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത്. ഈ പെൺകുട്ടി ഈ വിവരം പറയുന്നത് യുദ്ധത്തിന് മുമ്പാണ്. ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ അവിടെ സ്വർഗമായിരിക്കും എന്നൊക്കെ പറയുന്ന ആൾക്കാരോടാണ് പറയാനുള്ളത്. ഈ അധിനിവേശ കെടുതി അനുഭവിക്കുന്ന ഫലസ്തീനികളെയാണ് ഇവിടെ സേഫ് സോണിലിരുന്ന് പല ആളുകളും ഉപദേശിക്കുന്നത്. അങ്ങനെ ചെയ്, ഇങ്ങനെ ചെയ്യുന്നൊക്കെ. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇസ്രായേലിന് ഇങ്ങനെ ഒരു പ്രത്യാക്രമണം കിട്ടുന്നത്, അതും ഹമാസ് എന്നൊരു ചെറിയ സംഘടനയുടെ ഭാഗത്ത് നിന്ന്. നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന തള്ളുകളുണ്ട് മൊസാദിനെ കുറിച്ചും ഇസ്രായേലിനെ കുറിച്ചൊക്കെ. അത്തരം ആൾക്കാർക്കൊക്കെ ഇപ്പോഴത്തെ ഈ യുദ്ധം കാണുമ്പോൾ വല്ലാത്ത മോഹഭംഗം സംഭവിച്ചതുപോലെയാണ്. അവർ പലതരത്തിലാണ് ഇസ്രായേലിനെ ഡിഫെൻഡ് ചെയ്യുന്നത് കാണുന്നത്. എങ്ങനെയാണ് ഈ ക്രൂരമായ അധിനിവേശത്തെ ഇവർക്കൊക്കെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ ഗാസയുടെ ഒരു അവസ്ഥ എന്താണ്? ഒരു തുറന്ന ജയിലാണത്. ചുറ്റിലും ഇസ്രായേലാണ് ഗാസയുടെ. അതിന്റെ അപ്പുറത്ത് കടലാണ്. ആ കടൽ ഇസ്രായേലിന്റെ കൺട്രോളിലാണ്. പിന്നെ ആകെയുള്ള ഒരു വഴി ഈജിപ്തുമായി അതിർത്തി പങ്കിടുന്ന ഒരു മാർഗമാണ്. അവിടെയാണെങ്കിൽ ഈജിപ്തുമായുള്ള ഒരു എഗ്രിമെന്റിന്റെ ഭാഗമായിട്ട് ഇസ്രായേൽ അടച്ചിട്ടിരിക്കുകയാണ്. കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും വൃദ്ധരെയും ആരാകാരണമായി കൊന്നു കഴിഞ്ഞാലും അത് യുദ്ധക്കുറ്റം തന്നെയാണ്. അവരെ നമുക്ക് ഒരിക്കലും അനുകൂലിക്കാൻ പറ്റില്ല. പക്ഷെ ഇസ്രായേലിന്റെ പറഞ്ഞാലൊതുങ്ങാത്ത ക്രൂരതകളെ കാണാതിരിക്കുകയും ഈ ഹമാസിന്റെ ഒക്കെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും 1-2 അതിക്രമങ്ങൾ കാണുമ്പോൾ അത് മഹാ അപരാധമായി കാണുകയും ചെയ്യുന്ന ഒരു അത്ഭുത ലോകത്താണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. അത് ഈ കാണുന്ന യുദ്ധത്തിന്റെ ഇടയിൽ എപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും. ഏതായാലും ഫലസ്തീനുകൾക്ക് അവിടെ സ്ഥിരമായിട്ടൊരു രാഷ്ട്രവും ഇസ്രായേലിന് അതിനനുസരിച്ചൊരു രാഷ്ട്രവും ഉണ്ടാക്കി കൃത്യമായി പ്രശ്നം പരിഹരിക്കേണ്ടത് അന്താരാഷ്ട്ര സമൂഹമാണ്. പക്ഷെ അമേരിക്കയും യൂറോപ്യൻ യൂണിയനും UN ഒക്കെ എല്ലാ കാലത്തും ഇസ്രായേലിന് താരാട്ട് പാടിക്കൊണ്ടേയിരിക്കുമായിരുന്നു. അതിന്റെയൊക്കെ പരിണിത ഫലം തന്നെയാണ് അവിടെ ഇപ്പോൾ മനുഷ്യന്മാരിങ്ങനെ മരിച്ചു വീഴുന്നത്. ഏതായാലും ഏറ്റവും അവസാനം വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് ലബനാനിൽ നിന്ന് വരെ ആക്രമണങ്ങൾ വന്നിട്ടുണ്ട് ഇസ്രായേലിലേക്ക്. ഇസ്രായേൽ ആണെങ്കിൽ നേരിട്ടുള്ള കരയുദ്ധത്തിന് നിൽക്കുന്നുമില്ല. അവർ ആകാശത്തൂടെ ബോംബിട്ട്
പോലെയുള്ള ബിൽഡിങ്ങുകൾ തകർക്കുകയാണ്. ആ ബിൽഡിങ്ങുകൾക്കിടയിൽ പെട്ട് ആളുകൾ മരിക്കുകയാണ്. ആശുപത്രികൾ, ദുരിതാശ്വാസ ക്യാമ്പുകളൊക്കെ ഇസ്രായേൽ അവിടെ തകർത്ത് കളഞ്ഞിട്ടുണ്ട്. ഏതായാലും ആ മേഖലയിൽ ശാശ്വതമായ സമാധാനം പുലരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാനേ ഇപ്പോൾ നമുക്ക് തരമുള്ളൂ.